ആദ്യമായാണ് BJP ടിക്കറ്റിൽ താമര ചിഹ്നത്തിൽ തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് നേരത്തെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴും ഇപ്പോൾ താമര ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളെ സമീപിക്കുമ്പോഴുമുള്ള വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് പഴയതിനേക്കാളൊക്കെ മാറി. 5 കൊല്ലം കൊണ്ട് BJPയിൽ വളരെയധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചിലവരെ കാണുമ്പോൾ ചോദിക്കുകയും ചെയ്തു, ഇവര് മാറിയോ? അതായത് പലരും മാറിയിട്ടുണ്ട് BJPയിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പലരും മിണ്ടാണ്ടിരുന്നതിൻ്റെയൊക്കെ കാര്യം എനിക്കിപ്പോൾ മനസ്സിലായത് അവരുടെ മനസ്സ് അന്നേ മാറി തുടങ്ങിയിരുന്നു BJP. ഇപ്രാവശ്യം ചെന്നപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ത്രീകൾ ഭയങ്കരമായിട്ട് BJPനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മോദിജിയുടെ കാര്യത്തിൽ. അപ്പോൾ എന്നോടൊരു സ്ത്രീ തുറന്നു പറഞ്ഞു, ഇപ്പോഴാണ് പത്മേശി ശരിക്കുള്ള സ്ഥലത്തെത്തിയതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കംഫർട്ടബിളാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി അന്നൊക്കെ ഞാൻ നിൽക്കുമ്പോൾ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു. കാരണം പാർട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്കിതെല്ലാം കഴിഞ്ഞു വന്ന് രാത്രി ഇവരെ വഴക്ക് തീർക്കലും ഇതൊക്കെ ആകുമ്പോഴേക്കും ഒരു നേരം. അപ്പോൾ ആകെ ടെൻഷനും ഒരു ഡിപ്രഷനൊക്കെ വരികയായിരുന്നു. ഞാൻ എന്നിട്ട് പിന്നെ അവർ പോക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കാലുവാരാനുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ അതനുസരിച്ച് ഞാനും കുറേയൊക്കെ ആൾക്കാരുമായിട്ട് ഇതാക്കിയോണ്ടാണ് വലിയ നാണക്കേടില്ലാണ്ട് വെറും 940 വോട്ടിന് തോറ്റത്. നാണക്കേടല്ലോ, അത് ഒരു പുരിഞ്ഞ പോരാട്ടമായിരുന്നു. അത് വിജയിച്ചതിന് തുല്യം തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ BJPയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞു എന്ന്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത് നമ്മൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ പറയാം. അതായത് നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷം. പിന്നെ ഞാൻ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് മുഴുവൻ BJPക്കാരുടെ വീട്ടിലൊന്നുമല്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ അറിയണത് അവരുടെ മനസ്സ് BJPയോടൊപ്പമാണെന്ന്. അപ്പം നമ്മുടെ പാർട്ടിക്കാരന് പറയും, ഇതല്ലാട്ടോ BJP അല്ലാട്ടോ എന്നതാണെന്നൊക്കെ പറയും. പക്ഷെ അവരോട് സംസാരിച്ച് നോക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലത്തെ ആ രാഷ്ട്രീയം പുറത്തു വരുന്നത്. എനിക്ക് പിന്നെ അത് പിടിച്ചെടുക്കാൻ നല്ലോണം അറിയാം ആൾക്കാരുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എന്നോടൊക്കെ പറയും, ഇതെന്താ ഇവിടെ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ, 5 കൊല്ലത്തിന് മുമ്പുള്ള ഒരു രീതിയല്ല ഇവിടെ. ഭയങ്കര ഒരു പോസിറ്റീവ് ഇത് BJPക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടില്ലല്ലോ. ഇവിടെ കാൻഡിഡേറ്റ്സിനൊക്കെ വെച്ചുള്ള ചെറിയ ചെറിയ വഴക്കുകൾ അത് തീർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ ഞാനും ആ സമയത്തൊന്ന് ഹോസ്പിറ്റലായിപ്പോയി. അപ്പോൾ എനിക്കൊന്നും അതിലൊരു റോള് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ഹെൽത്ത് ഇഷ്യൂ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് 2-3 മാസം കൂടിയും വേണം എന്ന് പറഞ്ഞപ്പം നേതൃത്വം ഇടപെട്ടിട്ടാണ് ഞാൻ ഇവിടെ മത്സരത്തിന് വന്നത്. പക്ഷെ മത്സരത്തിന് വന്നിട്ട് അവർ ഒരു സ്വന്തം പിന്നെ BJPയുടെ രീതി എന്താണെന്ന് വെച്ചാൽ അവരെ നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. അവരുടെ വർക്ക് അവർ ചെയ്യും. ഇന്ന് തന്നെ 10-70 പെണ്ണുങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ നടന്നിരുന്ന 1-2 പേര് അവരൊക്കെ വർക്കിന് ഇറങ്ങിയിരുന്നു. അവർക്കൊക്കെ ഏരിയ തിരിച്ചു കൊടുത്തിരിക്കുക. ഇത്ര രാത്രി ആകുമ്പോൾ റിപ്പോർട്ട് ചെയ്യണം അവർക്ക്. ഈ രീതിയൊന്നും ഞാൻ കോൺഗ്രസ്സിൽ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏരിയയിലത്തെ ആൾ വർക്ക് ചെയ്തില്ല എന്ന് വയ്ക്കുക. അപ്പോൾ ആ മെയിൻ ആൾ വന്നിരുന്നിട്ട് അദ്ദേഹം വേറെ ഒന്നും പറയില്ല, കൈ കൊണ്ട് ആക്ഷനാണ് മാറ്റിക്കുമെന്ന്. അപ്പോൾ ആ രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം പോണത്. അതിനുവേണ്ടി ഞാനൊക്കെ തോറ്റിട്ടും അതിൻ്റെ ഇടയിലും ഒക്കെ എത്ര പരാതികളാണ് പാർട്ടിക്ക് കൊടുത്തതെന്നറിയും. നമ്മളെ വഷളാക്കുക എന്നല്ലാണ്ട് അതിലൊരു ഇത് എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ എനിക്ക് ഇവിടെ ഒരു അത്ഭുത ലോകത്തിൽ വന്ന് പെട്ട രീതി എനിക്ക് തോന്നി. താങ്കൾ മത്സരിക്കേണ്ടെന്ന് സ്വയം തീരുമാനിച്ചതായിരുന്നല്ലോ ഈ പറഞ്ഞതുപോലെ. പക്ഷെ അത് എന്തായിരുന്നു, സമ്മർദ്ദം എന്തായിരുന്നു? മത്സരിച്ചേ പറ്റൂ. അത് K. കരുണാകരന്റെ മകൾ മത്സരിച്ചാൽ BJPക്ക് സംസ്ഥാനത്ത് അതൊരു ഇപ്പോൾ വിജയിച്ചില്ലെങ്കിൽ പോലും അതൊരു നേട്ടമാണ്, അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ടാണ് അറിയില്ല. കാരണം അതായത് ഇവിടെ അവർ നോക്കിയപ്പം എനിക്കൊരു സാധ്യത കണ്ടു അവർക്ക് ഇവിടെ. കാരണം തൃശ്ശൂർ സർവേ ഉണ്ടായിരുന്നു അല്ലേ, അവർക്കെന്തോ സർവേ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എന്നോടൊരു സിമ്പതി ആൾക്കാർക്ക്, ആ ചേച്ചിനെ പോകാൻ ഇങ്ങനെ തോപ്പിച്ചു വിട്ടു എന്ന് കോൺഗ്രസ്സുകാർക്ക് എൻ്റെ ഒരു സിമ്പതി ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അതൊക്കെ വോട്ടായി മാറിയാൽ തീർച്ചയായിട്ടും എനിക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഒരു ഓളമുണ്ടല്ലോ, അദ്ദേഹത്തിന് ജയിക്കുവാനും കഴിഞ്ഞു. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം എത്രത്തോളം ഈ മണ്ഡലത്തിലുണ്ട്? അദ്ദേഹം ഇപ്പോൾ ഞാൻ 2-3 കുടുംബയോഗത്തിന് വന്നു. ഇനിയിപ്പോൾ മോദിജി വരുമ്പോണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും കുടുംബയോഗങ്ങൾക്ക് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ട അപ്പം എന്നെ വിളിക്കും, അവിടെ കുറവാണ് കേട്ടോ, ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, എന്നാലും ചേച്ചി ഒന്നും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്വന്തം ബ്രദർ നിൽക്കണ മാതിരി എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ ബന്ധമല്ല ഒരിക്കലും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.